മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വാമദേവൻ അമ്മാവനെ കാണാനൊക്കെ പോയി തിരികെ കമലേശ്വരത്തേക്ക് വരുന്ന കരുണയെ ഞെട്ടിച്ചുകൊണ്ടാണ് കണ്ണൻ്റെ പ്രതികരണം. കാരണം സത്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം കണ്ണന് കരുണയോടും നല്ല ദേഷ്യമുണ്ട്. പ്രതാപൻ്റെ അതേ സ്വഭാവമുള്ള മകൾ തന്നെയാണ് കരുണ. ആ സത്യങ്ങൾ മഹാലക്ഷ്മിയെ പോലെ തന്നെ കരുണയ്ക്ക് അറിയാമെന്നുള്ള കാര്യം വ്യക്തമായിട്ട് അറിയാവുന്ന കണ്ണനാണെങ്കിൽ നീ ഇപ്പോൾ എവിടേക്ക് പോയി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അമ്മാവനെ കാണാൻ വേണ്ടിയിട്ട് പോയതാ. എന്തായാലും നീ ആൾ കൊള്ളാം. ഇത്രയും വലിയ രഹസ്യം മനസ്സിൽ ഒളിപ്പിച്ചിട്ടും നിൻ്റെ ഭർത്താവിനോട് പോലും നിനക്കത് പറയാൻ തോന്നിയില്ലല്ലോ. എന്ത് വലിയ രഹസ്യത്തിൻ്റെ കാര്യമാണ് കണ്ണേട്ടൻ പറയുന്നത്? എൻ്റെ അച്ഛനെ കൊന്നത് നിൻ്റെ അച്ഛനാണെന്നുള്ള കാര്യം ധൈര്യം ഉണ്ടെങ്കിൽ പോയി പറയടി. നീ ഭയങ്കര തൻ്റേടിയാണെന്നാണല്ലോ പറയുന്നത്. എന്തുകൊണ്ടാണ് നീ അവരോട് പറയാത്തെ? നിൻ്റെ അമ്മായിയമ്മയോടും ഭർത്താവിനോടും നിന്നെ അവർ രണ്ടുപേരും ജീവന് തുല്യം സ്നേഹിക്കുന്നില്ലേ? അവരെ വഞ്ചിക്കാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ ടെൻഷൻ അടിക്കണ്ട. നിനക്ക് വേണ്ടിയിട്ടുള്ള പണി അധികം താമസിക്കാതെ വരുന്നുണ്ട്. ആദ്യം നിൻ്റെ അച്ഛന്, അതിനുശേഷം നിനക്ക് തരുന്നതായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും കരുണ ആകെ ഷോക്കായിട്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, ഈ കാര്യം ആരാ കണ്ണേട്ടനോട് പറഞ്ഞത്? അതെനിക്ക് നിന്നോട് പറയേണ്ട ആവശ്യം എന്താ എന്ന് കണ്ണൻ ചോദിക്കുമ്പോൾ മറുപടി ഇല്ലാതെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് കണ്ണും തള്ളി നമ്മുടെ കരുണ. എന്തായാലും കരുണയില്ലാത്ത കരുണയ്ക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത്രയും നാൾ ഭർത്താവിനെ വെറും ഒരു ദാസനെ പോലെ ഭരിച്ചു നിന്ന അവൾക്ക് ഇപ്പം ഭർത്താവിനോട് ഒരു കാര്യം മറുത്തു പറയാൻ പോലും അച്ഛൻ്റെയും അതുപോലെ അമ്മയുടെയും മുത്തശ്ശിയുടെയൊക്കെ വായാൽ സത്യങ്ങൾ തിരിച്ചറിഞ്ഞതിന് ശേഷം പറ്റുന്നില്ല. തൻ്റെ അച്ഛൻ കാരണമാണ് ഉണ്ണിയേട്ടൻ്റെ അച്ഛൻ മരിക്കാൻ കാരണമെന്നും ഉണ്ണിയേട്ടൻ്റെ അമ്മയും ഉണ്ണിയേട്ടനും സഹോദരിയൊക്കെ ഇങ്ങനെ അനുഭവിക്കാനും സ്വത്തുക്കളില്ലാണ്ട് ആവാനും കാരണക്കാരൻ തൻ്റെ അച്ഛനായതുകൊണ്ട് തന്നെ കുറേ ദിവസങ്ങൾ കൊണ്ട് കരുണ സ്വഭാവത്തിൽ ഒരല്പം വിട്ടുവീഴ്ചയൊക്കെ വരുത്തുന്നുണ്ടായിരുന്നു. ഉണ്ണി തന്നെ ഇപ്പോൾ എന്ത് ദേഷ്യപ്പെട്ടാലും എന്ത് വലിയ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും കരുണ അതൊക്കെ ക്ഷമിച്ചു കൊടുക്കുന്നു. മുന്നത്തെ കരുണയുടെ സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. അത് വ്യക്തമായിട്ടും ദുർഗയ്ക്കും അതുപോലെ ഉണ്ണിക്കുമൊക്കെ മനസ്സിലാകുന്നു. അന്നേരം അച്ഛന് മാനസികമായി ഡിപ്രഷൻ വന്നതിനെ തുടർന്ന് ആ ഒരു മാറ്റമായിരിക്കും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അല്ലാതെ സ്വന്തം അമ്മായിയച്ഛൻ്റെ കൊലപാതകി തൻ്റെ അച്ഛനാണെന്നുള്ള സത്യം അറിഞ്ഞതിൻ്റെ മാറ്റമാണെന്നൊന്നും ആരുടെയും തുറന്നു പറഞ്ഞിരുന്നില്ല. ഏറ്റവും അവസാനം മേലേക്ക് കയറി ചെല്ലുന്ന കരുണയെ കാത്ത് അവിടെ ഉണ്ണി നിൽപ്പുണ്ടായിരുന്നു റെഡിയായിട്ട്. അപ്പോൾ ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് ഉണ്ണിയേട്ടൻ പോകുന്നത്? അതെനിക്കിപ്പം നിന്നോട് പറയാൻ സൗകര്യമില്ലെന്ന് കൂട്ടിക്കോ. ഞാനേ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകുക. എന്താ ഉണ്ണിയേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഉണ്ണിയേട്ടൻ എന്തെങ്കിലും അറിഞ്ഞിരുന്നോ? എന്തറിഞ്ഞോന്നാണ് നീ ചോദിക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. കണ്ണേട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എൻ്റെ കൂടെ കണ്ണേട്ടൻ ഒന്നും പറഞ്ഞില്ല. ഇനി കണ്ണേട്ടൻ എന്തൊക്കെയോ കാര്യം മറയ്ക്കുന്നു എന്നുള്ള കാര്യം എനിക്കറിയാം. മഹാലക്ഷ്മി ഏട്ടത്തിയുടെ 7ാം മാസത്തെ വൈറ്റുംകാല ചടങ്ങിനിടയ്ക്ക് ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് നിന്നോട് പറയണ്ടായിരുന്നല്ലോ. എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്തുകൊണ്ടാണ് നിൻ്റെ അച്ഛൻ്റെ ദേഹത്ത് തന്നെ കയറിയെന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട്. അത് നിനക്കറിയാമെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എനിക്കിങ്ങനെയൊക്കെ പെരുമാറാൻ പറ്റുള്ളൂ. സഹിക്കാമെന്നുണ്ടെങ്കിൽ നീ നിന്നാൽ മതി, അല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് പോകാമെന്നും പറഞ്ഞ് ഉണ്ണിയാണെങ്കിൽ താഴേക്ക് പോകുന്നു. അപ്പം കരുണയാണെങ്കിൽ എല്ലാം കൊണ്ട് പെട്ട് നിൽക്കുവാണ്. ഇപ്പം ഭർത്താവിന് പഴയതുപോലെ തന്നോട് സ്നേഹമില്ല. അങ്ങനെ ആക്കിയത് തന്നെ കരുണ തന്നെയാണ്. എപ്പോഴും ഭർത്താവിനെ കുറ്റപ്പെടുത്തുകയും പൈസയുടെയും സാമ്പത്തിക കാര്യങ്ങൾ പറഞ്ഞ് ഒറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തതിൻ്റെ പേരിനാണ് ഇങ്ങനെ ഉണ്ണിയുടെ സ്വഭാവം മാറിയത്. ആ ഒരു സ്നേഹവും കരുണയൊക്കെ മഹാലക്ഷ്മി കാണിക്കുന്നത് പോലെ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ കണ്ണൻ മഹാലക്ഷ്മിയോട് ക്ഷമിച്ചതുപോലെ തന്നെ ചിലപ്പോൾ ഉണ്ണി കരുണയോട് ക്ഷമിച്ചേനെ. ഇതങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. അതിനിടയ്ക്ക് നമ്മുടെ കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനായിട്ട് അനന്തുവിൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം സംസാരിക്കുന്ന കൂട്ടത്തിൽ കരുണയോട് താനിങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോഴത്തേക്കും മഹി ചോദിക്കുന്നു, എന്താ കണ്ണേട്ടൻ്റെ ഉദ്ദേശം? സത്യങ്ങളെല്ലാം ഉണ്ണി അറിയിച്ചതിന് ശേഷം കരുണയെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ വേണ്ടിയിട്ടാണോ? അതാണെന്ന് തന്നെ കൂട്ടിക്കോ. എനിക്ക് അവളെപ്പോലൊരുത്തിയെ കൺമുന്നിൽ കാണുന്നത് പോലും ഇഷ്ടമല്ല. തന്നെപ്പോലെ തന്നെ എല്ലാ സത്യങ്ങളും അറിഞ്ഞ അവൾ എന്തുകൊണ്ട് ഈ കാര്യം മാത്രം ഉണ്ണിയോടും ദുർഗയോടൊന്നും പറഞ്ഞില്ല? എൻ്റെ രണ്ടാനമ്മ പോലും ഈ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. അവരെ ഞാൻ അറിയിക്കുന്ന നിമിഷം ഉണ്ണി ഇനി എങ്ങനെ പ്രതികരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം അവൻ അച്ഛനെന്ന് പറഞ്ഞ ജീവനാ. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ കൊലപാതകിയായ ഒരാളുടെ മകളെ ഇനി ഭാര്യയായിട്ട് കൂടെ കൂട്ടുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല. അങ്ങനെ പോകുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും നല്ലതാണെന്നേ പറയൂ.
എൻ്റെ അച്ഛൻ്റെ കൊലപാതകത്തിൻ്റെ പേരിൽ അയാളെ ജയിലിലും അതുപോലെ കരുണയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സാധിച്ചു കഴിഞ്ഞാൽ ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിനും തനിക്കുമൊക്കെ അവിടെ സമാധാനത്തിൽ ജീവിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ട് ഇവളായിരിക്കും തൻ്റെ കുഞ്ഞിനെ പോലും ഇല്ലാണ്ടാക്കാൻ നടക്കുന്നേ. ആ കാര്യം മറക്കണ്ട എന്ന് ഓർമ്മിപ്പിക്കുമ്പോൾ അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. എൻ്റെ കുഞ്ഞ് ജനിക്കുന്നതിനോട് കരുണയ്ക്ക് യാതൊരു താല്പര്യവുമില്ല. പക്ഷേ എങ്കിലും അവൾ എൻ്റെ സഹോദരിയല്ലേ, എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കൂടപ്പിറപ്പല്ലേ എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് നിൽക്കുന്നുണ്ട്.